അള്ളാഹു നൽകുന്ന ഇഹ്സാൻ നന്മകൾ അവന്റെ പാപങ്ങൾ കാരണത്താൽ ഒരു മുഅ്മിനായ അടിമ ചെയ്തിട്ടും അള്ളാഹു നൽകുന്നു. അഥവാ അങ്ങേയറ്റത്തെ ഔദാര്യം കാണിക്കുന്നവനാണ് അള്ളാഹ്. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ടിട്ട് ഒരുത്തൻ അവന്റെ ഖൽബ് മറ്റാരെങ്കിലുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് ഇഷ്കിന്റെ അപകടവും അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിനുശേഷം ഒരു ചർച്ച വന്നത് ഇഷ്ക് കൊണ്ട് അല്ലെങ്കിൽ ഹബ്ബ് കൊണ്ട് കുറേ നന്മയും ഉണ്ടല്ലോ. അത് ഒരാളുടെ സ്വഭാവം നന്നാക്കുന്നുണ്ട്, ഒരാൾക്ക് ആശ്വാസം നൽകുന്നുണ്ട്, അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ. അപ്പം അവർക്കുള്ള മറുപടി എന്താണെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. അതിൽ അദ്ദേഹം ഈ ഹബ്ബ് തന്നെയും അല്ലെങ്കിൽ ഇഷ്ക് തന്നെയും രണ്ടായിട്ട്, അത് അനുവദനീയമാകുന്നതും അത് ഹറാമാകുന്നതും ഉപകാരപ്രദമാകുന്നതും ഉപദ്രവമാകുന്നതും എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോടുള്ള ഹബ്ബ് അതാണ് ഏറ്റവും ഉപകാരപ്രദമായത് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കുന്നത്. ഒരാൾക്ക് എത്രത്തോളമാണോ അള്ളാഹുവിനോട് ഹബ്ബുണ്ടാകുന്നത്, അള്ളാഹു എത്രത്തോളമാണോ അവനോട് ഹബ്ബുണ്ടാവുന്നത്, അവനെ ഇഷ്ടപ്പെടുന്നത്, അതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ വലായത്ത് ഒരാൾക്ക് നേടാൻ സാധിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹബ്ബ് യഥാർത്ഥ രൂപത്തിലായാൽ, അഥവാ മറ്റെന്തിനേക്കാളും, നമ്മുടെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും മക്കളെക്കാളും മറ്റാരേക്കാളും ആകുമ്പോൾ മാത്രമേ ഒരാളുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഇദാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിനാ മിൻ അൻഫുസിനാ ഫിൽ മഹബ്ബത്തി വലവാസിമിഹാ, നമ്മുടെ സ്വന്തത്തിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാം സ്നേഹിക്കേണ്ടത് എന്നിരിക്കെ, أفليس الرب جل جلاله وتقدست أسماؤه وتبارك اسمه وتعالى جده ولا إله غيره, നമ്മുടെ റബ്ബ് ഏറ്റവും ഉന്നതമായ നാമങ്ങളും പരിശുദ്ധമായ നാമങ്ങളുമുള്ള അല്ലാഹു ഔലാ ബിമഹബ്ബത്തി ഇബാദിഹി മിൻ അൻഫുസിഹിം, ആ അല്ലാഹു അല്ലേ ഏറ്റവും അധികം അവരവരുടെ സ്വന്തത്തിനേക്കാൾ ഇഷ്ടപ്പെടാൻ അർഹനായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്തുകൊണ്ടാണ് ഒരടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത്, എന്തെല്ലാം കാരണങ്ങളാണ് ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാകാനുള്ള കാരണം? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വകുല്ലു മാ മിൻഹു ഇലാ അബ്ദിഹിൽ മുഅ്മിൻ യദ്ഊഹു ഇലാ മഹബ്ബതിഹി, അള്ളാഹുവിൽ നിന്ന് ഒരടിമക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. മിമ്മാ യുഹിബ്ബുൽ അബ്ദു വയക്റഹു, അടിമ ഇഷ്ടപ്പെടുന്നതാവട്ടെ അടിമ വെറുക്കുന്നതാവട്ടെ അതെല്ലാം അള്ളാഹുലേക്കുള്ള ഇഷ്ടത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ വെറുക്കുന്ന ഒരു കാര്യം ഏറ്റവും വലിയ നന്മയായിരിക്കും, പക്ഷെ നമുക്കത് മനസ്സിലാകില്ല. അതെല്ലാം അള്ളാഹുലേക്കുള്ള ഇഷ്ടത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. ഫഅതാഹു വമൻഉഹു, അള്ളാഹു നൽകുന്നതും തടയുന്നതും, വമുആഫാതുഹു വബ്തിലാഉഹു, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന നൽകുന്ന ആഫിയത്തുകളും പരീക്ഷണങ്ങളും, വഖബ്ദുഹു വബസ്തുഹു, അള്ളാഹു പിടിച്ചു വെക്കുന്നതും വിശാലമാക്കുന്നതും, വഅദ്ലുഹു വഫദ്ലുഹു, അള്ളാഹുവിന്റെ നീതിയും ഔദാര്യങ്ങളും, വഇമാതതുഹു വഇഹ്യാഉഹു, അള്ളാഹു മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും, വലുത്ഫുഹു വബിർറുഹു വറഹ്മതുഹു വഇഹ്സാനുഹു, അള്ളാഹുവിന്റെ അനുകമ്പയും അള്ളാഹു ചെയ്യുന്ന പുണ്യങ്ങളും കാരുണ്യവും ഇഹ്സാനും, വസത്രുഹു വഅഫ്വുഹു, അള്ളാഹു മറച്ചു വെക്കുന്നതും അള്ളാഹു വിട്ടുവീഴ്ച നൽകുന്നതും, വഹിൽമുഹു വസ്വബ്റുഹു അലാ അബ്ദിഹി, അടിമയുടെ മേലെ അള്ളാഹുവിനുള്ള ക്ഷമയും അവധാനതയും, വഇജാബതുഹു ലിദുആഇഹി, അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതും, വകശ്ഫു കർബിഹി, അവന്റെ ഞെരുക്കങ്ങൾ അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്നതും, വഇഗാസതു ലഹ്ഫതിഹി, അവന്റെ മാനസികമായ ടെൻഷനുകൾ അതിന് സഹായിക്കുന്നതും അത് ഒഴിവാകാൻ, വതഫ്രീജു കർബതിഹി മിൻ ഗൈരി ഹാജത്തിൻ മിൻഹു ഇലൈഹി,
അടിമയിൽ നിന്ന് ഒരാവശ്യമില്ലാഞ്ഞിട്ടും അവന്റെ ഞെരുക്കങ്ങൾ അള്ളാഹു ഒഴിവാക്കി കൊടുക്കുന്നു. അള്ളാഹു ആണെങ്കിലോ ഒരാളെയും ആവശ്യമില്ലാത്ത രീതിയിൽ ഐശ്വര്യവാനാണ് താനും. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഉറ്റാലോചിച്ചാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്കും വമഹബ്ബത്തിഹി അവനെ ഇഷ്ടപ്പെടുന്നതിലേക്കും അത് നയിക്കും. ബൽ തംകീനുഹു അബ്ദഹു മിൻ മഅസിയതിഹി വഇആനതുഹു അലൈഹാ വസത്റുഹു ഹത്താ യഖ്ലി വത്രഹു മിൻഹാ വകലാഅതുഹു വഹിറാസതുഹു ലഹു. ഒരടിമ ഒരു തിന്മ ചെയ്യാൻ ആ തിന്മ ചെയ്യുന്നവനായിട്ട് പോലും അള്ളാഹു അവന് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അവൻ തിന്മ ചെയ്ത് അവന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുമ്പോഴും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അവനെ നിഅമത്തുകൾ നൽകിക്കൊണ്ട് സഹായിക്കുന്നുണ്ട്. അള്ളാഹു തആല തിന്മ ചെയ്യുന്ന അടിമകൾക്കും നിഅമത്തുകൾ നൽകുന്നുണ്ട്. മിൻ അഖ്വദ്ദാഇ ഇലാ മഹബ്ബത്തിഹി, അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രേരണയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അനുസരിച്ചാണ് അള്ളാഹു നമ്മെ പരിഗണിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. ഫലൗ അന്ന മഖ്ലൂഖൻ ഫഅല ബിമഖ്ലൂഖിൻ അദ്നാ ശൈഇൻ മിൻ ദാലിക ലം യംലിക് ഖൽബഹു അൻ മഹബ്ബത്തിഹി. ഇനി രണ്ട് സൃഷ്ടികളാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ? ഇപ്പൊ ഒരാൾക്ക് നമ്മുടെ അയാളുടെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മളാണ് നൽകുന്നത്. അങ്ങനെ അയാൾ നമ്മെ ധിക്കരിച്ച് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് അയാളോട് വല്ല മഹബത്തും ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു നമ്മൾ എത്ര തിന്മ ചെയ്തിട്ടും അള്ളാഹു നമ്മെ കൈവിട്ടിട്ടില്ല. അവൻ നമ്മെ വീണ്ടും തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും നന്മയിലേക്കും മുന്നേറാൻ ക്ഷണിക്കുന്നു. നമുക്ക് ആഫിയത്ത് നൽകുന്നു, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇതൊന്നും ആലോചിച്ചാൽ തന്നെ അവ മറച്ചു വെക്കുന്നു. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഒരുത്തനുണ്ടാവും. ഫകൈഫ ലാ യുഹിബ്ബുൽ അബ്ദു ബികുല്ലി ഖൽബിഹി വജവാരിഹി മൻ യുഹ്സിനു ഇലൈഹി അല ദവാം ബിഅദദിൽ അൻഫാസ് മഅ ഇസാഅതിഹി. എങ്ങനെയാണ് ഒരു അടിമയ്ക്ക് അള്ളാഹിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? അവൻ ഈ തിന്മയൊക്കെ ചെയ്തിട്ടും അവന് ഇങ്ങനെ നന്മ ചെയ്യുന്ന, അവൻ ഇത്രത്തോളം ഈ നന്മ സ്ഥിരമായി നൽകുന്ന അള്ളാഹുവിനെ എങ്ങനെയാണ് അവൻ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? ഫഖൈറുഹു ഇലൈഹി നാസിലുൻ വശർറുഹു ഇലൈഹി സാഇദുൻ. അവനുള്ള ഖൈറുകൾ അള്ളാഹു ഇറക്കുന്നു, അവന്റെ ഷർറുകൾ ഒഴിവാക്കി കൊടുക്കുന്നു. യതഹബ്ബബു ഇലൈഹി ബിനിഅമിഹി വഹുവ ഗനിയ്യുൻ അൻഹു. അള്ളാഹുവിന് ഒരു ആവശ്യമില്ലായിട്ടും അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നു. വൽ അബ്ദു യതബഗ്ഗദു ഇലൈഹി ബിൽ മആസി വഹുവ ഫഖീറുൻ ഇലൈഹി. അടിമ എന്താ ചെയ്യുന്നത്? അടിമ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ, തിന്മകൾ ചെയ്യുന്നു. അവനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ആവശ്യക്കാരൻ. അള്ളാഹു അടിമയിലേക്ക് എന്തെങ്കിലും ആവശ്യക്കാരനാണോ? അല്ല. എന്നിട്ടും അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു. അള്ളാഹു നമ്മുടെ തിന്മകൾ മറച്ചു വെക്കുന്നു, പുറത്തു നൽകുന്നു, എന്നിട്ട് നിഅമത്തുകൾ ചൊരിയുന്നു. ഫലാ ഇഹ്സാനുഹു വബിർറുഹു വഇൻആമുഹു അലൈഹി യസുദ്ദുഹു അൻ മഅസിയതിഹി. അവന്റെ തിന്മകൾ ഒരിക്കലും അള്ളാഹു ചെയ്യുന്ന നന്മകൾക്ക് തടസ്സമാകുന്നില്ല. വലാ മഅസിയതുൽ അബ്ദി വലുമുഹു യഖ്തഉ ഇഹ്സാന റബ്ബിഹി അൻഹു. അള്ളാഹു നൽകുന്ന ഇഹ്സാൻ, നന്മകൾ അവന്റെ പാപങ്ങൾ കാരണത്താൽ ഒരു മുഅ്മിനായ അടിമ ചെയ്തിട്ടും അള്ളാഹു നൽകുന്നു. അഥവാ അങ്ങേയറ്റത്തെ ഔദാര്യം കാണിക്കുന്നവനാണ് അള്ളാഹ്. എന്നിട്ട് പറയാണ് فألأم اللؤم تخلف القلوب عن محبة من هذا شأنه وتعلقها بمحبة سواه. ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ടിട്ട് ഒരുത്തൻ അവന്റെ ഖൽബ് മറ്റാരെങ്കിലുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇത്രയും ഔദാര്യമുള്ള. എന്നിട്ട് പറയാണ് വഅയ്ളൻ, അതുപോലെ തന്നെ فكل من تحبه من الخلق ويحبك إنما يريدك لنفسه وغرضه منك. നിന്നെ ഇഷ്ടപ്പെടുന്ന ആരെല്ലാം ഈ ദുനിയാവിലുണ്ടോ അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിന് നിന്നിൽ നിന്ന് ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ചോദിക്കാണ് فكيف لا يستحي العبد يكون ربه له بهذه المنزلة. ഈ ഒരു സ്ഥാനത്തുള്ള റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാണ് അടിമ ലജ്ജിക്കാതിരിക്കുക? وهو معرض عنه مشغول بحب غيره قد استغرق قلبه بمحبة سواه. എങ്ങനെയാണ് അവന് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതെ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് അതിൽ മുഴുകാൻ സാധിക്കുക? വഅയ്ളൻ, അതുപോലെ തന്നെ وكل من تعامله من الخلق. സൃഷ്ടികളിൽ ആരെല്ലാം നിന്നോട് ഇടപഴകുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഇടപഴകുന്നുണ്ടോ, ഇല്ലം യർബഹ് അലൈക ലം യുആമിൽ. അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം ഇല്ല എങ്കിൽ നീയുമായിട്ട് അവർ ഇടപഴകൂല. സൃഷ്ടികളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അത് ഏതൊരു ഇഷ്ടത്തിനും ഒരു കണ്ടീഷൻ ഉണ്ടാവും അവിടെ, അല്ലാതെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല.
അല്ലാതെ ആ ഇഷ്ടം പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കില്ല. പക്ഷെ അല്ലാഹു തആല അങ്ങനെയല്ല. വലാ ബുദ്ദ ലഹു മിൻ നൗഇൻ മിൻ അൻവാഇർ റിബ്ഹ് والرب تعالى إنما يعاملك لتربح أنت عليه أعلم الربح وأحلاه. അള്ളാഹു ചെയ്യുന്ന എന്താ? അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്ന നിന്റെ നേട്ടത്തിനും നിന്റെ ലാഭത്തിനും വേണ്ടി മാത്രമാണ്. والدرهم بعشرة أمثاله إلى 700 ضعف إلى أضعاف كثيرة وسيئة بواحدة وهي أسرع شيء محوا. അള്ളാഹു ആണെങ്കിൽ നീ നൽകുന്ന ഒരു ദിർഹം അല്ലെങ്കിൽ നീ ചെയ്യുന്ന ഒരു കർമ്മം അതിന് 10 ഇരട്ടി 700 ഇരട്ടി പ്രതിഫലം നൽകുന്നുണ്ട്. തിന്മയാണെങ്കിലോ അതിന് ഒരു തിന്മ മാത്രമേ ഉള്ളൂ, അതും തന്നെ അള്ളാഹു മായ്ച്ചു കളയുന്നുമുണ്ട്. അത്രയധികം ഔദാര്യം ചെയ്യുന്നവനാണ് അള്ളാഹ്. വഅയ്ളൻ അതുപോലെ തന്നെ ഫഹുവ സുബ്ഹാനഹു ഖലഖക ലിനഫ്സി, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവന് വേണ്ടിയിട്ടാണ്. വഖലഖ കുല്ല ശൈഇൻ ലക ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ച് അതിലുള്ള എല്ലാത്തിനെയും ഒരുക്കി അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? മനുഷ്യനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നീ ഒരു തിന്മ ചെയ്യുമ്പോ നീ ഒന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുക, എന്നിട്ട് നീ ചിന്തിക്കുക ഇതെല്ലാം സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, നീ എങ്ങനെ അള്ളാഹിനെ ധിക്കരിക്കുക. എന്നിട്ട് പറയാൻ ഫമൻ ഔലാ മിൻ ബിസ്തിഫ്റാഗിൽ വസ്ഇ ഫീ മഹബ്ബതിഹി വബദ്ലിൽ ജുഹ്ദി ഫീ മർളാതിഹി, അല്ലാഹു അല്ലാതെ മറ്റാരാണ് അവന്റെ പൂർണ്ണമായ ഇഷ്ടത്തിന് അവൻ പൂർണ്ണമായി സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് വേറെ ആരാണുള്ളത്? അതുപോലെ തന്നെ ഫമതാലിബുക, നിന്റെ തേട്ടങ്ങൾ, ഫബൽ മതാലിബുൽ ഖൽഖി കുല്ലിഹിം ജമീഅൻ ലദൈഹി, എല്ലാ സൃഷ്ടികളുടെയും തേട്ടങ്ങൾ അത് അവന്റെ അടുക്കലേക്കാണ്. വഹുവ അജ്വദുൽ അജ്വദീന വഅക്രമുൽ അക്രമീൻ, അവനാണ് ഏറ്റവും വിശാലമായി നൽകുന്നവൻ, ഏറ്റവും മാന്യനായിട്ടുള്ളവൻ. അഅത അബ്ദഹു ഖബ്ല അൻ യസ്അലഹു ഫൗഖ മാ യുഅമ്മിലുഹു, ഒരടിമക്ക് അല്ലാഹു നൽകുന്നുണ്ട് അവൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യങ്ങൾ അവൻ ചോദിക്കുന്നതിന് മുമ്പ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിയതാണോ അതോ ചോദിക്കാതെ നമുക്ക് നൽകിയതാണോ കൂടുതലായിട്ടുള്ളത്? നമുക്ക് ഏറ്റവും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. യശ്കുറുൽ ഖലീല മിനൽ അമലി വയുനമ്മി, ചെറിയ കർമ്മങ്ങളിൽ തന്നെ അള്ളാഹു നന്ദി കാണിക്കുന്നു, അതിനെ പോഷിപ്പിക്കുന്നു. വയഗ്ഫിറുൽ കസീറ മിനൽ സലലി വയംഹു, ധാരാളം തിന്മകൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? പുറത്തു നൽകുന്നു, അത് മായ്ച്ചു കളയുന്നു. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനോട് ചോദിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, അവൻ ഓരോ ദിവസവും അതിന്റെ കാര്യത്തിലാണ്. അള്ളാഹു ഓരോ ദിവസവും സഹോദരങ്ങളെ നമ്മുടെ കാര്യം നോക്കുന്നവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും, അള്ളാഹുവിന് എല്ലാവരുടെയും കൂട്ടത്തിലുള്ള ആളല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നവനാണ് അവൻ. ലാ യശ്ഗലുഹു സമഉൻ അൻ സമഇൻ, ആളുകൾ കുറെ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അവന്റെ കേൾവി അത് കൂടിക്കൊഴഞ്ഞു പോകുന്നില്ല, ഓരോരുത്തരുടെയും വേറെ വേറെ തന്നെ അള്ളാഹു കേൾക്കുന്നു. വലാ തുഗല്ലിതുഹു കസ്റത്തുൽ മസാഇൽ, ധാരാളം കാര്യങ്ങൾ ചോദിച്ചു എന്നുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. വലാ യതബറമു ബിൽഹാഹിൽ മുൽഹീൻ, ആവശ്യക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന് മടുപ്പുണ്ടാകുന്നില്ല. ബൽ യുഹിബ്ബുൽ മുൽഹീന ഫി ദുആ, ദുആയിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു അയ്യുസ്അല, ചോദിക്കപ്പെടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയഗ്ളബു ഇദാ ലം യുസ്അൽ, ചോദിക്കുന്നില്ല എങ്കിൽ അള്ളാഹു വെറുക്കുന്നു. യസ്തഹി മിൻ അബ്ദു ഹൈസു ലാ യസ്തഹി അൽ അബ്ദു മിൻഹു, ഒരു അടിമ അവനോട് ലജ്ജ കാണിച്ചിട്ടില്ലെങ്കിലും ആ അടിമയോട് അള്ളാഹു ലജ്ജ കാണിക്കുന്നു. വയസ്തുറുഹു ഹൈസു ലാ യസ്തുറു നഫ്സുഹു, ഒരടിമ സ്വന്തത്തിൽ മറച്ചു വെച്ചിട്ടില്ല എങ്കിൽ കൂടി, അവൻ ചെയ്ത തിന്മ മറച്ചു വെച്ചിട്ടില്ല എങ്കിൽ കൂടി അള്ളാഹു അവന്റെ തിന്മ മറച്ചു വെക്കുന്നു. ഒരു തിന്മ അവൻ നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അത് വെളിവാക്കാതെ മറച്ചു വെക്കുന്നുണ്ട്. വയർഹമുഹു ഹൈസു ലാ യർഹമു നഫ്സുഹു, ഒരുത്തൻ അവന്റെ സ്വന്തത്തിനോട് കാരുണ്യം കാണിക്കുന്നില്ല എങ്കിൽ കൂടി അള്ളാഹു അവനോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. ദആഹു ബിനിഅമിഹി വഇഹ്സാനിഹി വഅയാദിഹി ഇലാ കറാമതിഹി വറിദ്വാനിഹി ഫഅബാ, അള്ളാഹു അതാ അവന്റെ നന്മകൾ, ഇഹ്സാനുകൾ, അനുഗ്രഹങ്ങൾ എല്ലാം കൊടുത്തിട്ട് അള്ളാഹുവിനെ തൃപ്തി നേടാൻ വിളിക്കുന്നു, പക്ഷെ അവനത് കേൾക്കുന്നില്ല. ഫാർസല റുസുലഹു ഫീ ത്വലബിഹി, അതിനുവേണ്ടി അള്ളാഹു റസൂലുകളെ അയച്ചു. വബഅസ ഇലൈഹിം മഅഹും അഹ്ദ, അങ്ങനെ ആ കരാറുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിച്ചു. സുമ്മ നസല സുബ്ഹാനഹു ബിനഫ്സി, ഇത്രയൊക്കെ ചെയ്തിട്ടും ആ അടിമയുടെ അടുക്കിലേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മയ്യസ്അലുനി ഫഉതിയ
എന്നോട് ചോദിക്കാൻ ആരാ ഉള്ളത്, ഞാൻ നൽകാം. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്, എന്നോട് ഇസ്തിഗ്ഫാർ തേടാൻ ആരുള്ളത്, ഞാൻ തേടാം. ഇത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ഖയ്യിം പറയാണ് കമാ ഖീല, ഏതുപോലെയാണ് അദ്ഊക ലിൽ വസ്ലി തഅബ, അല്ലാഹു പറയാണ് ഞാൻ നിന്നെ ക്ഷണിച്ചു എന്റെ അടുക്കലേക്ക്, പക്ഷെ നീ അത് കേട്ടില്ല. അബ്അസു റസൂലി ഫി ത്വലബ്, ഞാൻ റസൂലുകളെ അയച്ചു ആ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അൻസിലു ഇലൈക ബിനഫ്സി, ഞാനിതാ ഇറങ്ങി വരുന്നു, ഞാനിതാ രാത്രിയുടെ അവസാനത്തിലേക്ക് ഇറങ്ങി വരുന്നു. അൽഖാക ഫിന്നുവാം, നീ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലാണോ, നീ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലാണോ? ഇത്രയുമൊക്കെ ചെയ്തിട്ടും അള്ളാഹു ഇറങ്ങി വന്നിട്ടും അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലേ, ഞങ്ങൾക്ക് നൽകാം. വകൈഫ ലാ തുഹിബ്ബുൽ ഖുലൂബ് മൻ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാഹു, എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? എന്ത് നന്മ അവനുണ്ടെങ്കിലും അത് അവനിൽ നിന്നാണ് വരുന്നത്. വലാ യദ്ഹബു ബിസ്സയ്യിആതി ഇല്ലാഹു, അവനെ കൊണ്ടല്ലാതെ അവന് ബാധിക്കുന്ന ദോഷങ്ങൾ നീങ്ങിപ്പോകുന്നില്ല. വലാ യുജീബു ദഅവാത്, അവനല്ലാതെ ഉത്തരം ചെയ്യാനില്ല. വയുഖീലുൽ അസറാത്ത് വയഗ്ഫിറുൽ ഖതീആത്ത്, അവന്റെ തിന്മകൾ മായ്ച്ചു കളയാൻ പുറത്തു നൽകാൻ അവനല്ലാതെ ആരുമില്ല. വയസ്തുറുൽ ഔറാത്ത്, അവന്റെ ന്യൂനതകൾ മറക്കാൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. വയക്ഷിഫുൽ കുർബാത്ത്, അവന്റെ ഞെരുക്കങ്ങൾക്ക് തുറവി നൽകാൻ അവനല്ലാതെ ആരുമില്ല. വയുഗീസുൽ ലഹ്ഫാത്ത്, അവന്റെ മാനസികമായ സമ്മർദ്ദങ്ങളിൽ സഹായിയായിട്ട് അവനല്ലാതെ ഇല്ല. വയുനീലു ത്വലബാത്ത് സിവാ, ഏതൊരു ആവശ്യങ്ങളും നൽകാൻ നേടിത്തരാൻ അവനല്ലാതെ ആരുമില്ല. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? അള്ളാഹുവിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? ഫഹുവ അഹഖു മൻ ദുകിറ, സ്മരിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ അവനാണ്. വഹഖു മൻ ശുകിറ, നന്ദി കാണിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ അവനാണ്. വഹഖു മൻ ഉബിദ, ആരാധിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ അവനാണ്. വഹഖു മൻ ഹുമിദ, സ്തുതിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ അവനാണ്. വഅസ്ബറു മൻ ബുതുഖിയ, അതിര് കവിയുന്നവരോട് ഇത്രയും ക്ഷമ കാണിക്കുന്നവനില്ല. വഅർഅഫു മൻ മലക, അധികാരം കാണിക്കുന്നവനോട് ഇത്രയും കൃപ കാണിക്കുന്നവനില്ല. വഅജ്വദു മൻ സുഇല, ചോദിക്കപ്പെടുന്നവനോട് ഇത്രയും ഔദാര്യം കാണിക്കുന്നവനില്ല. വഔസഉ അൻ ഉഅതിയ, നൽകുന്നവന് അത്രയും വിശാലമായി നൽകുന്നവനില്ല. വർഹമു മൻ ഇസ്തുർഹിമ, കാരുണ്യം ചോദിക്കുന്നവന് ഇത്രയധികം കാരുണ്യം ചൊരിയുന്നവനില്ല. വഅഖറമു മൻ ഖുസിദ, ഇത്രയും അധികം മാന്യമായ രീതിയിൽ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനില്ല. വഅസ്സു മൻ ഇൽതുജി ഇലൈഹി, അവനിലേക്ക് അഭയം തേടുന്നവനെ ഇത്രയധികം സംരക്ഷിക്കുന്നവനില്ല. ഒരടിമ അവന്റെ മേലെ ബലമേൽപ്പിച്ചാൽ അവൻ മതിയായവനാണ്. ഒരു കുട്ടി ആ പിഞ്ചു കുഞ്ഞിനോട് ഒരു ഉമ്മാക്കുള്ളതിനേക്കാൾ ആ അടിമയോട് കാരുണ്യം കാണിക്കുന്നവൻ അവനേക്കാൾ കാരുണ്യം കാണിക്കുന്നവനില്ല. ഒരു യാത്രക്കാരൻ അവന്റെ ഒട്ടകപ്പുറത്ത് അവന്റെ ഭക്ഷണവും വെള്ളവും എല്ലാം വിജനമായ ഒരു പ്രദേശത്ത് പോയി അത് നഷ്ടപ്പെട്ട് അത് തിരിച്ചു കിട്ടുമ്പോൾ എത്ര സന്തോഷിക്കുമോ അതിനേക്കാൾ അവനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സന്തോഷിക്കുന്നവനാണ് അള്ളാഹു. അങ്ങനെ സന്തോഷിക്കുന്നവനായി വേറെ ആരുമില്ല. ഈ അള്ളാഹുവിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരുത്തിന് ഈ അള്ളാഹിനെ വിട്ടിട്ട് വേറെ എന്തിനെങ്കിലും ഇഷ്ടപ്പെടാൻ സാധിക്കുക? എന്നിട്ട് പറയാണ് വഹുവൽ മലികു ലാ ശരീക ലഹ്, ഒരു പങ്കുകാരനുമില്ലാത്ത മലിക്കാണ് അവൻ. വൽഫർദു വലാ നിദ്ദ ലഹ്, ഒരു പകരക്കാരില്ലാത്ത ഏകനാണ് അവൻ. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അവന്റെ മുഖമല്ലാതെ മറ്റെല്ലാം നശിക്കുന്നതാണ്. ലയുതാഅ ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദം കൊണ്ടല്ലാതെ ഒന്നും അനുസരിക്കപ്പെടുന്നില്ല. വലാ യുഅസാ ഇല്ലാ ബിഇൽമിഹി, അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാളും തിന്മ ചെയ്യുന്നില്ല. യുതാഅ ഫയഷ്കുറു, അവൻ അനുസരിക്കപ്പെടുന്നു, അവൻ നന്ദി കാണിക്കുന്നു. വബിതൗഫീഖിഹി വനിഅമതിഹി ഉതീഅ, അവന്റെ തൗഫീഖ് കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടാണ് അവൻ അനുസരണയുള്ളവരായിട്ട് ആളുകൾ മാറുന്നത്. വയുഅസി ഫയഗ്ഫിറു, അവനെ ധിക്കരിക്കുന്നു എന്നിട്ടും അവൻ പുറത്തു കൊടുക്കുന്നു. വയഅഫു വഹഖുഹു ഉദീഅ, അവനോടുള്ള ബാധ്യത പാഴാക്കി കളയുന്നവന് പോലും അവൻ വിട്ടുവീഴ്ച നൽകുന്നു. വഹുവ അഖ്റബു ഷഹീദിൻ, അവനാണ് ഏറ്റവും അടുത്തിട്ടുള്ള സാക്ഷി. വഅജല്ലു ഹഫീദിൻ, ഏറ്റവും സംരക്ഷണം നൽകുന്നവൻ. വഔഫാ ബിൽ അഹ്ദ്, കരാറുകൾ പൂർത്തീകരിക്കുന്നവൻ. വഅദലു ഖായിമിൻ ബിൽ ഖിസ്ത്, ഏറ്റവും നീതിപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കുന്നവൻ. ഹാല ദൂനൻ നുഫൂസ് വഅഖദ ബിൻ നവാസി വകതബൽ ആഥാർ വനസഖൽ ആജാൽ, ആളുകളുടെ കുടുംബ കാര്യങ്ങളുടെ നിയന്ത്രണം അവന്റെ കയ്യിലാണ്. അവരുടെ ആയുസ് രേഖപ്പെടുത്തിയത് അവനാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്ത നന്മകളും രേഖപ്പെടുത്തുന്നു. ഫൽ ഖുലൂബു ലഹു മുഫ്ദിയത്തുൻ വസിറു ഇൻദഹു അലാനിയത്തുൻ, ഖൽബുകൾ ആഗ്രഹിക്കുന്ന അവനിലേക്ക് അടുക്കാനാണ്,
രഹസ്യങ്ങൾ അവന്റെ മുമ്പിൽ പരസ്യമാണ്. വൽ ഗൈബു ലദൈഹി മക്ശൂഫുൻ, ഗോപ്യമായിട്ട് അദൃശ്യമായിട്ട് അവന്റെ അടുക്കൽ ഒന്നുമില്ല, എല്ലാം അവന്റെ അടുക്കൽ വെളിവായതാണ്. വകുല്ലു അഹദിൻ ഇലൈഹി മൽഹൂഫുൻ, ഏതൊരാളും അവനിലേക്ക് ഏറ്റവും ആവശ്യക്കാരനാണ്. വഅനത്തിൽ വുജൂഹു വജ്ഹിഹി, അവന്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും താഴ്ന്നു നിൽക്കുന്നു. വഅജസത്തിൽ ഉഖൂലു അൻ ഇദ്റാകി കുൻഹിഹി, അവന്റെ അസ്തിത്വം ദാത്ത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധികൾക്ക് സാധിക്കില്ല. വദല്ലത്തിൽ ഫിത്റു വൽ അദില്ലതു കുല്ലുഹാ അലാ ഇംതിനാഹി മിസ്ലിഹി വശബഹിഹി, എല്ലാ ഫിത്രത്തും തെളിവുകളും അവന് സാമ്യതയുണ്ടാക്കുന്നതിനെ തടയുന്നു. അഥവാ ഇന്നതുപോലെയാണ് അള്ളാഹ്, ഇന്നതുപോലെയാണ് എന്ന് പറയാൻ അതില്ല. എങ്ങനെയാണ് അള്ളാഹ് എന്നുള്ളത് അവന് മാത്രമേ അറിയൂ. അഷ്റഖത്തിൽ നൂരി വജ്ഹിഹി ദുലുമാത്, ഇരുട്ടുകൾ അവന്റെ മുഖത്തെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നു. വസ്തനാറത് ലഹുൽ അർദു വസ്സമാവാത്, ആകാശവും ഭൂമിയും ഏറ്റവും പ്രകാശപൂരിതമായ അവസ്ഥയിലാകുന്നു. വസലഹത് അലൈഹി ജമീഉൽ മഖ്ലൂഖാത്, എല്ലാ സൃഷ്ടികളും അവനിലേക്ക് ആവശ്യക്കാരനായി തീരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യനാം വലാ യൻബഗി ലഹു അൻ യനാം, അല്ലാഹു ഉറങ്ങയില്ല, അല്ലാഹുവിന് ഉറക്കം യോജിക്കുകയുമില്ല. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, നീതിപൂർവ്വം കാര്യങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്നത്. വയർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ, രാത്രിയുടെ കർമ്മങ്ങൾ രാവിലെ ആവുമ്പോഴേക്കും അവനിലേക്ക് ഉയരുന്നുണ്ട്. വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ, പകലിലെ കർമ്മങ്ങൾ രാത്രിയാവുന്നതിന് മുമ്പ് അവനിലേക്ക് ഉയരുന്നുണ്ട്. ഹിജാബുഹു അന്നൂർ, അവന്റെ മറ അത് പ്രകാശമാണ്. വലൗ കശഫഹു ലഹറഖത് സുബ്ഹാത് വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസ്റുഹു മിൻ ഖൽഖിഹി, ആ മറ നീക്കി കഴിഞ്ഞാൽ അവന്റെ മുഖത്തെ പ്രകാശം കൊണ്ട് അത് എത്തിച്ചേരുന്ന എല്ലാ സൃഷ്ടികളും കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ അള്ളാനെ, ഇത് ഓരോ വാക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഈ അള്ളാഹുവിനെ വിട്ടിട്ട് മറ്റെന്തെങ്കിലും വ്യക്തികളോ വസ്തുക്കളോ ആണ് അവന്റെ ഖൽബിൽ സ്ഥാനം പിടിച്ചത് എങ്കിൽ എത്ര വലിയ നഷ്ടക്കാരനാണ് അവൻ, എത്ര വലിയ നഷ്ടക്കാരനാണ്. ഈ അള്ളാഹിനെ എങ്ങനെയാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? ചിന്തിക്കേണ്ട ഓരോ വാക്കുകളാണിത്. അള്ളാഹുവിനെ അറിയുന്നവർക്കല്ലാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല, അഥവാ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാവുകയെന്നല്ലാതെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാഹുന, ഇവിടെ അംറുൻ അദീമുൻ യജിബു അലൽ ലബീബിൽ ഇഅ്തിനാഉ ബിഹി, ഇവിടെ ബുദ്ധിമാനായ ഒരാള് ശ്രദ്ധിക്കേണ്ട, അതിൽ നിന്ന് ഗുണമെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വഹുവ, അത് അന്ന കമാലൽ ലദ്ദതി വൽ ഫർഹി വസ്സുറൂരി വനഈമിൽ ഖൽബി വഇബ്തിഹാജിർ റൂഹി താബിഉൽ ഇംറൈൻ, ഒരു ആസ്വാദനത്തിന്റെ പൂർത്തീകരണവും സന്തോഷവും ഖൽബിന്റെ ഏറ്റവും നല്ല അവസ്ഥയും ഇതെല്ലാം രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അഹദുഹുമ, ഒന്ന് കമാലുൽ മഹ്ബൂബി ഫി നഫ്സിഹി വജമാലിഹി, അവൻ ഏതിനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ പൂർണ്ണത, അതിന്റെ സൗന്ദര്യം കൊണ്ടും അതിന്റെ അസ്തിത്വം കൊണ്ടും അത് പൂർണ്ണതയിലായിരിക്കണം. വഅന്നഹു ഔലാ ബിഈഥാരിൽ മഹബ്ബതി മിൻ കുല്ലി മാ സിവാ, കാരണം അവൻ ഇഷ്ടപ്പെടുന്നത് മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടാൻ അർഹനായിട്ടുള്ള ഒന്നായിരിക്കണം. വൽ അംറു സാനി, രണ്ട് കമാലു മഹബ്ബതിഹി, ഒന്ന് ഇഷ്ടപ്പെടുന്നതിന് പൂർണ്ണത ഉണ്ടായിരിക്കണം, രണ്ട് അവന്റെ ആ ഇഷ്ടത്തിന്, ആ മഹബ്ബത്തിന് പൂർണ്ണത ഉണ്ടായിരിക്കണം, അതിലൊരു കുറവുണ്ടാകാൻ പാടില്ല, ആ ഇഷ്ടം പൂർണ്ണമായിരിക്കണം. വസ്തിഫ്റാഖുൽ വുസ്ഇ ഫീ ഹുബ്ബിഹി, ആ ഏതിനെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതിന് വിശാലത ഉണ്ടായിരിക്കണം, അതായത് അങ്ങേയറ്റത്തെ ഒരു ഇഷ്ടമായിരിക്കണം ഉണ്ടാവേണ്ടത്. വഈസാറു ഖുർബിഹി വൽ വുസൂൽ ഇലൈഹി അലാ കുല്ലി ഷൈഇൻ, മറ്റെന്തിനേക്കാളും നാം ഇഷ്ടപ്പെടുന്ന എന്തിനാണോ അതിലേക്ക് അടുക്കാനും അത് നേടിയെടുക്കാനും നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയാണ്, വകുല്ലു ആഖിൽ യഅലമു അന്ന ലദ്ദത ബിഹുസൂലിൽ മഹ്ബൂബ് ബിഹസ്ബി ഖുവ്വതി മഹബ്ബതിഹി, ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനെ അവൻ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടം എത്ര കൂടുതലാണോ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഒരു കാര്യം, നാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ആ ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കണമെങ്കിൽ, അത് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നാം എത്രത്തോളമാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടത്തിന്റെ ശക്തി അനുസരിച്ചേ ലഭിക്കുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ദാഹിക്കുന്ന ഒരുത്തന് വെള്ളം അത് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയപ്പോഴാണ്, ഏറ്റവും ദാഹം ഉണ്ടാവുമ്പോഴാണ്. വിശക്കുന്ന ഒരുത്തന് ഭക്ഷണം ഏറ്റവും രുചികരമാകുമ്പോ എപ്പോഴാണ്, അവന് ഏറ്റവും വിശക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിനോട് എത്രയാണോ നമുക്ക് ഇഷ്ടം കൂടുന്നത്, എത്രയാണോ നമുക്ക് ആവശ്യം കൂടുന്നത്, അതിനനുസരിച്ച് നാം ഇഷ്ടപ്പെടുന്ന ആ സാധനം കിട്ടുമ്പോ അതിന്റെ ആസ്വാദനവും കൂടും. വഇദാ ഉരിഫ ഹാദാ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ
ഫല്ലദ്ദതു വസ്സുറൂറു വൽഫർഹു അംറുൻ മത്ലൂബുൻ ഫി നഫ്സിഹി. ഓരോരുത്തരും അവന്റെ സ്വന്തത്തിൽ തേടുന്ന കാര്യമാണ് ഏറ്റവും നല്ല ആസ്വാദനവും സമാധാനവും സന്തോഷവുമെല്ലാം. ബൽ ഹുവ മഖ്സൂദു കുല്ലി ഹയ്യിൻ വാഖിൽ. അങ്ങനെയല്ല, എല്ലാ ബുദ്ധിയുള്ള ജീവനുള്ള ആളുകളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞതാണ് നല്ല സമാധാനം സന്തോഷം ആസ്വാദനം ഉണ്ടാവണം. وإذا كانت اللذة مطلوبة لنفسها فهي تذم إذا عقبت ألما أعظم منها. ഒരിഷ്ടം, നമുക്കൊരു ഇഷ്ടമുണ്ട്, പക്ഷെ ആ ഇഷ്ടം കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ വൈൻ മനഅത് ലദ്ദതൻ ഖൈറൻ മിൻഹാ വജൽ. ഇനി അതല്ല, നമുക്കിപ്പോ ഒരു കാര്യം ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ നമുക്ക് ആസ്വാദനം നൽകുന്ന മറ്റൊരു കാര്യമാണ് എങ്കിൽ فكيف إذا أعقبت أعظم الحسرات وقوتت أعظم اللذات والمسرات. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്താ തിരഞ്ഞെടുക്കുക? നമുക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇഷ്ടം കഴിഞ്ഞ് വേദനയാണോ എടുക്കുക, അതോ ഈ ഒരു ഇഷ്ടം കൊണ്ട് നഷ്ടപ്പെടുന്ന മറ്റോ ഒരു വലിയ ഇഷ്ടം? ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ആ വലിയ ഇഷ്ടമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, വലിയ ആസ്വാദനമാണ് തിരഞ്ഞെടുക്കുക. وتحمد إذا عانت على لذة عظيمة دائمة مستقرة لا تنغيس فيها ولا نكد بوجه وهي لذة الآخرة. യഥാർത്ഥത്തിൽ ആ പൂർണ്ണമായിട്ടുള്ള ആസ്വാദനം നമുക്കിപ്പോൾ ലഭിക്കുമ്പോൾ പിന്നീട് വേദന ഇല്ലാത്തതും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും പൂർണ്ണ നൽകുന്ന ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെയാണ്. അത് പരലോകത്തെയാണ്. അതായത് ദുനിയാവിലെ എന്തെങ്കിലും ഒരു ഇഷ്ടം നമ്മൾ മുന്നിൽ വെച്ച് പരലോകത്ത് നഷ്ടം വരുന്നതാണെങ്കിൽ നമുക്ക് എന്താണ്? ഈ ഇഷ്ടം കൊണ്ട് നഷ്ടമാണ്. അല്ലെങ്കിൽ ദുനിയാവിലെ ഒരു ഇഷ്ടം കൊണ്ട് പരലോകത്തെ അതിലും വലിയൊരു കാര്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഈ നമ്മൾ ദുനിയാവിലുള്ള ഇഷ്ടം എന്താണ്? നഷ്ടമാണ്. അതുകൊണ്ട് ഒരു ഉപകാരമില്ല. എന്നിട്ട് പറയാണ് പരലോകത്തേതാണ് ഏറ്റവും വിശിഷ്ടമായത്. അല്ലാഹു തആല പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവിനെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ മനസ്സിലാക്കണം, പരലോകമാണ് ഉത്തമമായതും നിലനിൽക്കുന്നതും. ഒരു ചരിത്രം നമുക്കറിയാം. ഫിർഔനിന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച സാഹിറന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കാണിച്ച അത്ഭുതം കണ്ടിട്ട് അവരെല്ലാവർക്കും മനസ്സിലായി ഇതാണ് യാഥാർത്ഥ്യം എന്നത്. അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്തു. ഫിർഔൻ പറഞ്ഞു അവരുടെ ശരീരാവയവങ്ങൾ കയ്യും കാലും വേറെ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ട് മുറിച്ചു കളയെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഫഖ്ലിമ അൻത ഖാദ്. നീ എന്താച്ച വിധിച്ചോ, നീ എന്താച്ച വിധിച്ചോ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ. നിനക്ക് വിധിക്കാൻ സാധിക്കുക ഈ ദുനിയാവിൽ മാത്രമാണ്. ഇന്നാ ആമന്നാ ബിറബ്ബിനാ. ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ റബ്ബിലാണ്. ലിയഗ്ഫിറ ലനാ ഖതായാനാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി. വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹർ. നീ നിർബന്ധിച്ച് ഞങ്ങൾ ചെയ്ത ഈ സിഹർ. വല്ലാഹു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു ആണ് ഉത്തമമായത് നിലനിൽക്കുന്നത്. അതായത് ജീവിതത്തിൽ എന്തൊരു അവസ്ഥയിലും അല്ലാഹ് അല്ലാതെ പരലോകമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് താല്പര്യമോ ഇഷ്ടമോ കൂടുതൽ തോന്നുകയാണെങ്കിൽ അതൊരു വ്യക്തിയാവട്ടെ, ഒരു വസ്തുവാവട്ടെ, ഒരു തിന്മയാവട്ടെ, ഒരു പ്രവർത്തനമാവട്ടെ, എന്ത് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഇത് നിരർത്ഥകമാണ്, ഇത് നീങ്ങിപ്പോകും. പരലോകമാണ് നിലനിൽക്കുകയുള്ളൂ, അള്ളാഹു ആണ് നിലനിൽക്കുകയുള്ളൂ, ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു കാര്യം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് പറയാണ് വല്ലാഹു സുബ്ഹാനഹു ഖലഖൽ ഖൽഖ ലിയുനീലഹും ഹാദിഹിൽ ലദ്ദത്ത് ദായിമ ഫി ദാരിൽ ഖുൽദ്. അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് നാളെ പരലോകത്ത് നിലനിൽക്കുന്ന ഭവനമായിട്ടുള്ള പരലോകത്ത് ഈ പൂർണ്ണമായ ആസ്വാദനം നേടാൻ വേണ്ടിയിട്ടാണ്. വഅമ്മാ ഹാദിഹി ദാറു ഫമുൻഖതിഅതുൻ. എന്നാൽ ഈ ലോകം എന്നുള്ളത് അത് മുറിഞ്ഞു പോകും. അതിനൊരു ഈ ലോകത്തെ എന്ത് ആസ്വാദനങ്ങൾ എടുത്താലും അത് മുറിഞ്ഞു പോകും. വലദ്ദാതുഹാ ലാ തസ്ഫു അബദൻ വലാ തദൂം. ഇവിടെ ദുനിയാവിലെ ആസ്വാദനങ്ങൾ എന്നുള്ളത് ഒരിക്കലും നിലനിൽക്കില്ല. ബിഖിലാഫിൽ ആഖിറ. പരലോകത്ത് അങ്ങനെയല്ല. ഫഇന്ന ലദ്ദാതിഹാ ദായിമത്തുൻ വനഈമുഹാ നഈമഹാ ഖാലിസുൻ മിൻ കുല്ലി കദരി വഅലം. പരലോകത്തെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ക്ഷീണമോ ഇല്ലാതെ നിലനിൽക്കുന്നതാണ്. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്. അവിടെ ഒരു നഫ്സ് ഏതൊരുത്തനും ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാ കണ്ണിനും ആസ്വാദനം നൽകുന്ന കാര്യങ്ങളുണ്ട്. അവിടെ ഏറ്റവും പ്രത്യേകത അവിടെ സ്ഥിരതാമസമാണ്. ولا تعلم نفس ما أخفي الله لعباده ما أخفى الله لعباده فيها من قرة أعين. ഒരു അടിമയ്ക്കും അറിയില്ല അള്ളാഹു അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് കൺകുളിർമയായിട്ട്. ബൽ ഫീഹാ മാ ലാ ഐനുൻ റഅത്. പക്ഷെ അവിടെ ഒരു കണ്ണും കാണാത്ത, വലാ ഉദ്നുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യനും ചിന്തിക്കാത്ത അനുഗ്രഹങ്ങളുണ്ട്.
നമ്മുടെ ദുനിയാവിനോട് എന്തെങ്കിലും ഒരു കാര്യത്തോട് ഇഷ്ടം തോന്നുമ്പോൾ കുറച്ചു നേരം നമ്മളൊന്ന് ആലോചിക്കുക. നഷ്ടപ്പെടുന്ന തീർന്നു പോകുന്ന ഒരു കാര്യമാണോ നിലനിൽക്കുന്ന ഒരു കാര്യമാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏത് തിന്മയും മുന്നിൽ വെച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. എന്നിട്ട് ക്ഷമിക്കുക. ദുനിയാവ് കുറച്ചേ ഉള്ളൂ, ദുനിയാവിൽ കുറച്ച് ക്ഷമിച്ചാൽ മതി, അത് നീങ്ങിപ്പോകും. വഹാദൽ മഅന അല്ലദീ ഖസദഹു അന്നാസു ലിഖൗമിഹി. സൂറത്തു ഗാഫിർ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ അവരെ ഉപദേശിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് അയാൾ പറയുന്ന വാക്കുകളുണ്ട്. യാ ഖൗം, ഏ ജനങ്ങളെ, സമൂഹമേ, ഇത്തബിഊനി അഹ്ദികും സബീലർ റശാദ്, നിങ്ങൾ എന്നെ പിൻപറ്റിയും, റസൂലായിരിക്കാം, നിങ്ങൾക്ക് നേരായ മാർഗം ഞാൻ കാണിച്ചു തരാം. യാ ഖൗം, ഏ സമൂഹമേ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഅ, ദുനിയാവ് എന്നുള്ളത് ഒരു ചരക്ക് മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകമാണ് നിലനിൽക്കുന്ന ആ ഭവനമായിട്ടുള്ളത്. ഫഅഖ്ബറഹും അന്നദ് ദുനിയ മതാഉൻ യുസ്തംതഉ ബിഹാ ഇലാ ഗൈരിഹാ വഅന്നൽ ആഖിറത ഹിയൽ മുസ്തഖർ. ഇവിടെ എന്താണ് അറിയിക്കുന്നത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുന്ന സാധനമാണ്. അതിൽ കാഫിറും ആസ്വദിക്കും, മുഅ്മിനും ആസ്വദിക്കും, പുണ്യം ചെയ്യുന്നവനും ആസ്വദിക്കും, തെമ്മാടിയും ആസ്വദിക്കും, എല്ലാവർക്കും കൂടിയുള്ള സാധനമാണ്. പക്ഷെ പരലോകം അങ്ങനെയല്ല, അത് നിലനിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇതെന്തിനത് പറഞ്ഞ് വഇദാ ഉരിഫ അന്ന ലദ്ദാത്തിദ് ദുനിയ വനഈമഹാ മതാഉൻ വവസീലത്തുൻ ഇലാ ലദ്ദാത്തിൽ ആഖിറ. ഇപ്പൊ നിനക്ക് മനസ്സിലാക്കിയാൽ ദുനിയാവിലെ ആസ്വാദനങ്ങൾ എന്നുള്ളതൊക്കെ പരലോകത്തേക്കുള്ള ഒരു വസീല മാത്രമാണ് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദുനിയാവിൽ എന്ത് കാര്യം അതാണ്. ദുനിയാവിൽ നല്ലൊരു പഴം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ പഴം ഇതിനേക്കാൾ ഉത്തമമാണെന്ന് മനസ്സിലാക്കാനാണ്. ദുനിയാവിൽ എന്തൊരു ആസ്വാദനം ഉണ്ടെങ്കിലും ഇതിനേക്കാൾ നല്ല ആസ്വാദനമാണ് സ്വർഗത്തിലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നിനക്ക് മനസ്സിലായാൽ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ യഥാർത്ഥത്തിൽ പരലോകത്തെ ആസ്വാദനത്തേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയാൽ, വലിദാലിക ഖുലിഖത്തിദ് ദുനിയ വലദ്ദാതുഹാ, ഇത് മനസ്സിലാക്കി തരാനാണ് ദുനിയാവും അതിന്റെ ആസ്വാദനങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫകുല്ലു ലദ്ദത്തിൻ ആനത് അലാ ലദ്ദത്തിൽ ആഖിറ വഔസലത് ഇലൈഹാ ലം യുദമ്മ തനാവുലുഹാ. അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുനിയാവിലെ ആസ്വാദനങ്ങൾ പരലോകത്തേക്ക് നിന്നെ അടുപ്പിക്കുന്ന, പരലോകത്തേക്ക് നിന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ആസ്വാദനമാണ് ദുനിയാവിലെങ്കിൽ അത് കുറ്റകാരമല്ല. പറഞ്ഞല്ലോ, നമ്മളൊരു നല്ല പഴം കഴിച്ചു, നമ്മൾ പരലോകം ഓർക്കുകയാണ്, സ്വർഗത്തിൽ ഇതിനേക്കാൾ ആസ്വാദനമായതുണ്ടാകും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ സ്വർഗത്തിലേക്ക് ഓർമ്മിപ്പിക്കുന്ന, അടുപ്പിക്കുന്നതാണെങ്കിൽ അതെന്തല്ല, അത് കുറ്റകരമായിട്ടുള്ളതല്ല. എത്രത്തോളമാണോ നമുക്ക് പരലോകത്തിന്റെ ആസ്വാദനത്തിലേക്ക് അടുപ്പിക്കുന്നത്, അതിനനുസരിച്ച് അത് നമുക്ക് എന്താണ്, പ്രശംസനീയമായിട്ടുള്ളതാണ്. നമ്മൾ ദുനിയാവിലെ ആസ്വാദനങ്ങൾ പരലോകത്തേക്ക് നമ്മൾ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് എന്നിട്ട് പറയാണ്. ഇദാ ഉരിഫ ഹാദാ, ഇത് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഫഅഅലമു നഈമിൽ ആഖിറ വലദ്ദാതിഹാ, പരലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും പരലോകത്തിലെ ഏറ്റവും വലിയ ആസ്വാദനവും ഹുവന്നദറു ഇലാ വജ്ഹി റബ്ബി ജല്ല ജലാലുഹു, അല്ലാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടാണ്, അല്ലാഹുവിനെ കാണലാണ്. വസമാഉ കലാമിഹി മിൻഹു, അവന്റെ സംസാരം കേൾക്കലാണ്. വൽ ഖുർബു മിൻഹു, അവനിലേക്കുള്ള സാമീപ്യമാണ്. കമാ സബത ഫി സഹീഹ്, സഹീഹായ ഹദീസിൽ വന്നതുപോലെ. എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിലേക്ക് കയറി, എല്ലാവരും കയറി, അവസാനത്തെ ആളും കയറി. അങ്ങനെ എല്ലാവരും സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് തരണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ സ്വർഗം എന്നൊരു കാര്യം, ദുനിയാവിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം കിട്ടിയാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്തും ഇച്ഛിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ആഗ്രഹിക്കുന്ന, എല്ലാം ലഭിക്കുന്ന ഏറ്റവും ആസ്വാദനം നിറഞ്ഞ ആ ഭവനത്തിൽ അവൻ ഇച്ഛിച്ചാൽ മതി, അതവിടെ കിട്ടുകയാണ്. അവൻ ആഗ്രഹിക്കുന്ന അവിടെ കിട്ടുകയാണ്. നല്ല ഭക്ഷണം വേണോ? അവിടെ ഉണ്ട്. നല്ല പാനീയങ്ങൾ വേണോ? അവിടെ ഉണ്ട്. സമാധാനം വേണോ? അവിടെ ഉണ്ട്. വസ്ത്രം വേണോ? അവിടെ ഉണ്ട്. ഇണകൾ വേണോ? അതുണ്ട്. എല്ലാം ഉണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും കൂടുതൽ വേണ്ട, കൂടുതൽ എന്താ തരേണ്ടത്, ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണോ? അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. അല്ലാഹ്, ഇനി എന്താ ഞങ്ങൾ ചോദിക്കുക? ഞങ്ങളുടെ മുഖം അതാ വെട്ടിത്തിളങ്ങാണ്, പ്രകാശപൂരിതമായിട്ടാണ് നിൽക്കുന്നത്. നരകത്തിൽ നിന്ന്, ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചോദിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോഴാണ് അല്ലാഹു തആല അവന്റെ വജ്ഹ് വെളിവാക്കുക, അവന്റെ ഹിജാബ്, നൂറിന്റെ ഹിജാബ് അല്ലാഹു മാറ്റും. അപ്പോ സ്വർഗത്തിൽ ആ സ്വർഗാവകാശികൾ അല്ലാഹുവിനെ കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ അതാഹും ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൻ നദരി ഇലൈഹി,
അള്ളാഹുവിലേക്ക് നോക്കുന്നതിനേക്കാൾ, നോട്ടത്തിനേക്കാൾ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒന്നും തന്നെ സ്വർഗത്തിൽ ഉണ്ടാവൂല. അതിനേക്കാളെല്ലാം അവർക്ക് ഇഷ്ടം അള്ളാഹുവിനെ നോക്കലായിരിക്കും. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്നഹു ഇദാ തജല്ലാ ലഹും വറഔഹു നസൂമാഹും ഫീഹി മിനൻ നഈം. അള്ളാഹുവിനെ അവരവിടെ കാണുമ്പോ സ്വർഗത്തിലെ അവരനുഭവിച്ച ആസ്വാദനമൊക്കെ അവർ മറന്നു. അവർക്ക് പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ ആസ്വാദനമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് പറഞ്ഞ അമ്മാർ ഇബ്നു യാസിറിന്റെ ദുആയിൽ പറഞ്ഞത്, വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്. അല്ലാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ആസ്വാദനത്തെ ഞാൻ ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെയും ചോദിക്കുന്നു. എന്നിട്ട് പറയാണ്, വഇദാ ഉരിഫ ഹാദാ, ഇതെനിക്ക് മനസ്സിലായാൽ, അഥവാ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം ഇതാണെന്ന് നിനക്ക് മനസ്സിലായാൽ, ഫഅഅ്ദമുൽ അസ്ബാബി അല്ലതി തുഹസ്സിലു ഹാദിഹി ലദ്ദ, ഈ ഒരു ആസ്വാദനത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന ഏറ്റവും വലിയ കാരണം ഹുവ അഅ്ലമു ലദ്ദാതി ദുനിയ അലൽ ഇത്ലാഖ്, അതായിരിക്കും ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം. അതായത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം ആലോചിക്കണം. ഒരു ഭക്ഷണം ഏറ്റവും രുചികരമാവുന്ന എപ്പോഴാണ്? ഏറ്റവും നമുക്ക് വിശക്കുമ്പോഴാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഏറ്റവും ആസ്വാദനമാവുന്ന എപ്പോഴാണ്? അതിനോടുള്ള ഇഷ്ടം ഏറ്റവും കൂടുമ്പോഴാണ്. അപ്പൊ പരലോകത്തിലെ ഈ ആസ്വാദനം, അതിലേക്ക് നയിക്കുന്ന ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞു. പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണെന്ന് പറഞ്ഞു. അപ്പൊ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്തായിരിക്കും? ആ അള്ളാഹുവിനെ കാണാൻ കാരണമാകുന്ന, ആ പരലോകത്തെ ലദ്ദത്തിന് കാരണമാകുന്ന കാര്യങ്ങളായിരിക്കും. ഇനി പറയാണ് അതെന്താണ്? വഹുവ ലദ്ദതു മഅരിഫത്തില്ലാഹ് വലദ്ദതു മഹബ്ബതിഹി. അത് ദുനിയാവിൽ നാളെ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം ഏറ്റവും വർദ്ധിക്കാതിരിക്കുക അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവനാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ അറിയുന്നവനും അള്ളാഹുവിനെ അതിയായി സ്നേഹിക്കുന്ന ആസ്വാദനവുമാണ് പരലോകത്തെ ആസ്വാദനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അപ്പൊ പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടലുമാണ്. അത് ദുനിയാവിലെ സ്വർഗ, ആ ഒരു അവസ്ഥ ദുനിയാവിലെ സ്വർഗമാണ്, ഉന്നതമായ അനുഗ്രഹമാണ്. ആ ഒരു ആസ്വാദനത്തിനോട് ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ വെച്ച് നോക്കിയാൽ എങ്ങനെയാണ്? കടലിൽ തുപ്പുന്ന പോലെ ആയിരിക്കും. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ഒക്കെ എടുത്തു. അത് ഈ ആസ്വാദനം, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനെ കുറിച്ച് അറിവും വെച്ച് നോക്കിയാൽ ഇത് കടലും, ആ കടലിൽ ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അതാണ് ദുനിയാവിന്റെ ആസ്വാദനം ഉണ്ടാവും. ഇത് അനുഭവിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടും അനുഭവിച്ചൊരു വ്യക്തി, ആ വ്യക്തി എടുക്കാം. നമ്മളൊന്ന് വിചാരിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊരു ദരിദ്രനാണ് വിചാരിക്കുക, അന്നത്തെ ആവശ്യം ദുനിയാവി ആയിട്ടുള്ളത് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാധുവാണ് വിചാരിക്കുക. ഇപ്പുറത്ത് വേറൊരാളെ വിചാരിക്കുക, അള്ളാഹിനെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഒരു കാഫിർ, അവൻ ഒരുപാട് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ ദുനിയാവിന്റെ സമ്പത്ത് മുഴുവൻ അവന്റെ അടുക്കലുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഇഷ്ടവും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവുമുള്ള ഈ അടിമയോട്, ദരിദ്രനായ അടിമയോട് ഒരു നിമിഷത്തേക്ക് ഈ ആസ്വാദനം നീ അവന് കൊടുക്കുകയാണെങ്കിൽ അവന്റെ സമ്പത്തും ദുനിയാവും എല്ലാം നിനക്ക് സ്ഥിരമായി നൽകുക എന്ന് പറഞ്ഞാൽ പോലും അവനത് തയ്യാറാവില്ല. അവൻ മറിക്ക് വേണ്ട പറയും. ഒരു നിമിഷത്തേക്കാ പറഞ്ഞത്, ഒരു നിമിഷത്തേക്ക് ഇത് കൊടുക്കുക, ഇതെല്ലാം നിനക്ക് നൽകാമെന്ന് പറഞ്ഞാൽ അവൻ പറയും എനിക്ക് വേണ്ട പറയും. അത്ര വില പിടിച്ചതാണ്. അത് അനുഭവിച്ച ആളുകൾക്കല്ലാതെ അതറിയില്ല. ഒരിക്കലും അത് വാക്കുകൾ കൊണ്ട് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിൽ എഴുതാനോ സാധിക്കില്ല. എന്നിട്ട് പറയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റൂഹും നിങ്ങളുടെ കൽബും നിങ്ങളുടെ ശരീരവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ അറിയാനാണ്. ദുനിയാവിൽ ഏറ്റവും വിശിഷ്ടമായത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടലും അള്ളാഹുവിനെ അറിയലുമാണ്. സ്വർഗത്തിൽ ഏറ്റവും ആസ്വാദനമുള്ളത് അള്ളാഹുവിനെ കാണലും അള്ളാഹുമായി അടുക്കലുമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും നാളെ അള്ളാഹുവിനെ കാണലും കണ്ണിനുള്ള കുളിർമയാണ്. വലദ്ദത്തുൽ അർവാഹ്, റൂഹുകളുടെ ആസ്വാദനമാണ്. വബഹജത്തുൽ ഖുലൂബ്, ഖൽബുകളുടെ ആനന്ദമാണ്. വനഈമുദ് ദുനിയ വസുറൂറുഹാ, ദുനിയാവിന്റെ ആസ്വാദനവും സന്തോഷവുമാണ്. ബൽ ലദ്ദാത്തുദ് ദുനിയ അൽഖാതിഅതു അൻ ദാലിക തൻഖലിബു ആലാമൻ വഅദാബൻ. എന്നാൽ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ഉണ്ടല്ലോ, അത് മുറിഞ്ഞു പോകുന്നത് മാത്രമല്ല, അത് അവന് പരലോകത്ത് ശിക്ഷയും വേദനയുമായിട്ട് മാറും. അഥവാ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത. അള്ളാഹുവിനെ അറിയാതെ ദുനിയാവിൽ മുഴുകുന്ന ഒരുത്തിന്റെ ജീവിതം ഞെരുങ്ങിയതായിരിക്കും. അവന്റെ കൽബ് അനുഭവിക്കുന്ന ഞെരുക്കം വളരെ വലുതായിരിക്കും.
ഫലൈസത്തിൽ ഹയാത്തു ത്വയ്യിബതു ഇല്ലാ ബില്ലാഹ്. വിശിഷ്ടമായ ഒരു ജീവിതം അള്ളാഹുവിനോടൊപ്പമല്ലാതെ ഒരാൾക്കും ലഭിക്കുകയില്ല. അള്ളാഹുവിനോടൊപ്പമല്ലാതെ ലഭിക്കുകയില്ല. എന്നിട്ട് പറയാണ്, നമ്മൾ മുമ്പ് വായിച്ചതാണ്. ചില ആളുകൾ പറയാറുണ്ട്, അവരനുഭവിക്കുന്ന ഈ ആസ്വാദനം കണ്ടിട്ട് അവർ പറയും, ഇതാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ വല്ലാത്തൊരു ജീവിതം തന്നെ സ്വർഗത്തിലായിരിക്കും. അതായത് ദുനിയാവിലെ ഒരു ആസ്വാദനവും സ്വർഗവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഒറ്റ കാര്യം ഒഴികെ, അത് ഈമാനിന്റെ ആസ്വാദനമാണ്. ഈ പറഞ്ഞതാണ്. ഇത് മാത്രമേ സ്വർഗീയ സുഖവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഭക്ഷണമോ പാനീയമോ മറ്റെന്ത് ആസ്വാദനവും സ്വർഗത്തിനുമായിട്ടൊരു ബന്ധം കിട്ടൂല. പക്ഷേ ഈമാൻ കൊണ്ടും അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടും ഉണ്ടാകുന്നുണ്ടല്ലോ, അത് സ്വർഗീയവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതേ ഉണ്ടാവുള്ളൂ. പറയാണ്, ചില ആൾക്കാർ പറയും. അതുപോലെ തന്നെ മറ്റു ചിലർ പറഞ്ഞു, രാജാക്കന്മാരും രാജപുത്രന്മാരും നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ആസ്വാദനം അറിഞ്ഞിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ യുദ്ധം ചെയ്യുമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതല്ലാതെ ബാത്തിലായിട്ടുള്ള മറ്റെന്തെങ്കിലും മഹബത്ത് കൊണ്ടാണ് നമ്മുടെ ഖൽബ് നിറയുന്നതെങ്കിൽ അത് അദാബാണ്, അത് വേദനയാണ്, അത് ശിക്ഷയാണ്. അതൊരു വ്യക്തിയാവട്ടെ, ഒരു വസ്തുവാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്മകളാവട്ടെ, ഇതിന് തടസ്സം നിൽക്കുന്ന എന്ത് കാര്യവും നമുക്ക് നഷ്ടം പറ്റും. എന്നിട്ട് പറയാണ്, فكيف بالمحبة التي هي حياة القلوب والغذاء والأرواح. എങ്ങനെയാണ് ഈ ഒരു ഹുബ്ബ് അഥവാ ഖൽബുകളുടെ ജീവിതവും ആത്മാവുകളുടെ പോഷണവുമായിട്ടുള്ള ഈ ഹുബ്ബ്, വലൈസ ലിൽ ഖൽബി ലദ്ദത്തുൻ വലാ നഈമുൻ വലാ ഫലാഹുൻ വലാ ഹയാതു ഇല്ലാ ബിഹി. ഇതുകൊണ്ടല്ലാതെ ഒരാൾക്ക് സന്തോഷമോ സമാധാനമോ ഒന്നുമില്ല. വഇദാ ഫഖദഹൽ ഖൽബു കാന അലമുഹു അഅളമ മിൻ അലമിൽ ഐനി ഇദാ ഫഖദത് നൂറഹാ. ഇത് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഈ ഒരു ആസ്വാദനം നഷ്ടപ്പെട്ട അത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവുമോ അതിനേക്കാൾ വേദനയേകുന്ന ഒരു കാര്യമാണ് ഖൽബിന് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. വൽ ഉദുൻ ഇദാ ഫഖദത് സമഅഹാ, കാതിന് കേൾവി നഷ്ടപ്പെടുന്നതിനേക്കാൾ. വൽ അൻഫു ഇദാ ഫഖദ ശമ്മഹു, മൂക്കിന് ഗന്ധം മണക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിനേക്കാൾ. വൽ ലിസാൻ ഇദാ ഫഖദ നുത്ഖഹു, നാവിന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതിനേക്കാൾ. അതിനേക്കാൾ എല്ലാം നഷ്ടമാണ് ഇതൊരുവന് നഷ്ടപ്പെടുകയാണെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള മഅരിഫത്തും മഹബ്ബത്തും നഷ്ടപ്പെടുകയാണെങ്കിൽ. ബൽ ഫസാദുൽ ഖൽബി ഇദാ ഖലാ മിൻ മഹബ്ബത്തി ഫാത്തിരിഹി വബാരിഹി വഇലാഹിൽ ഹഖ്, ഹക്കായിട്ടുള്ള അവന്റെ സൃഷ്ടാവായിട്ടുള്ള ഇലാഹായിട്ടുള്ള അള്ളാഹിനോടുള്ള മഹബ്ബത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖൽബ് ഫസാദായി. അഅ്ളമു മിൻ ഫസാദിൽ ബദനി ഇദാ ഖലാ മിൻ റൂഹ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് റൂഹ് നഷ്ടപ്പെട്ടാൽ ശരീരം എങ്ങനെയാവുമോ അതിനേക്കാൾ വലിയ ഫസാദാണ്, മരിച്ചു പോനേക്കാൾ വലുതാണത്. എന്നിട്ട് പറയാണ്, ഇദാ ഖലാ മിൻ വഹാദൽ അംറു ലാ യുസദ്ദിഖു ബിഹി ഇല്ലാ മൻ ഫീഹി ആയാത്ത്. ഇതായിരിക്കും മനസ്സിലാവുള്ളൂ, ഖൽബിൽ കുറച്ച് ജീവൻ ബാക്കിയാണ്. ഖൽബ് തിന്മയിൽ മുഴുകി കടുത്തുപോയ ആൾക്കാർക്ക് ഇത് അറിയില്ല. കവി പറഞ്ഞ പോലെ, വമാലി ജുർഹിൻ ബിമയ്യിത്തിൻ ഈലാമു, മയ്യത്തിന് എന്ത് വേദന എടുക്കാനാ? ചത്തുപോയൊരു ശവത്തിന്റെ മേലെ നമ്മൾ എന്തെങ്കിലും വേദനിപ്പിച്ച വേദന എടുക്കുന്നതിന് ഇല്ല. അതുപോലെ ഖൽബ് അങ്ങേയറ്റം കടുത്തുപോയ ആൾക്കാർക്ക് ഇത് അറിയില്ല. കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ ഇതിന്റെ നഷ്ടം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മുഖയും പറയാം, വൽ മഖ്സൂദ്, ഇതിന്റെ ആകെ രക്തച്ചുരക്കെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആകെ രക്തച്ചുരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിന് കാരണമാകുന്ന കാര്യമാണ്. പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിന് കാരണമാകുന്ന കാര്യമാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം. അപ്പൊ എന്താണ് അത്? അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ അസറിനേശം നമുക്ക് എടുക്കാം. നമുക്ക് അസറിനേശം ഇൻഷാ അല്ലാഹ് കിതാബ് അവസാനിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.